നമസ്കാരം. ഞാനിവിടെ നിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കാപ്പുച്ചീനോ ആണ്. അത് മിക്കവർക്കും ഉണ്ടാക്കാൻ അറിയാവുന്നതാണ്. എന്നാലും ഒരു വെറൈറ്റി ആയിട്ട് ആണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് കാപ്പുച്ചീനോ എങ്ങനെയാണ് ഉണ്ടാക്കുന്നുള്ളത്. അപ്പം നമുക്ക് ഇത് ഉണ്ടാക്കാനായിട്ട് ഈ സാധനങ്ങളെല്ലാം നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിന് വേണ്ടി സാധനങ്ങളാണ് ഇപ്പം ഞാൻ കാണിക്കാൻ പോകുന്നത്. അതിനകത്ത് ബ്രൂ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് ഞാൻ എടുത്തേക്കുന്നത്. അതിൻ്റെ 2 സ്പൂണ്, ഈ സ്പൂണിന് 2 സ്പൂണാണ് എടുത്തേക്കുന്നത്. അതേമാതിരി തന്നെ ഈ സ്പൂണ് തന്നെ 2 ടീസ്പൂൺ പഞ്ചസാര എടുക്കണം. അതേപോലെ തന്നെ ഈ സ്പൂണിന് തന്നെ 2 സ്പൂൺ വെള്ളവും എടുക്കണം. അപ്പം ഞാൻ എങ്ങനെയാണെന്ന് കാണിക്കാതെ. അപ്പം ഇത് 2 സ്പൂണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ആ സ്പൂണ് തന്നെ 2 സ്പൂൺ പഞ്ചസാര. ഇത് ചെറിയ ടേബിൾ സ്പൂണാണ്. ഇത് തന്നെ കുറച്ച് വെള്ളം, അത് അതേ സ്പൂണിൻ്റെ അളവിന് തന്നെ അതേ സ്പൂണിൻ്റെ അളവിന് തന്നെ 2 സ്പൂൺ വെള്ളം. അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇതൊന്ന് ഇത്രയും ചെറുതായിട്ടൊന്ന് മിക്സായി. ഇനിയിപ്പോൾ നമുക്ക് ഇത് ബീറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇതുപോലത്തെ ബീറ്റർ ഉപയോഗിച്ച് ചെയ്യുവാണെങ്കിൽ എളുപ്പമുണ്ട്, ഒത്തിരി സമയം ചെയ്യേണ്ട. നമ്മൾ കൈവച്ച് ഉപയോഗിച്ച് ചെയ്യുവാണെങ്കിൽ സ്പൂണൊക്കെ ഇട്ട് ഇളക്കി ചെയ്യുവാണെങ്കിൽ ഒരുപാട് താമസം വരും. ഇതാകുമ്പോൾ അധികം താമസം പറ്റില്ല. അപ്പോൾ നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. ആദ്യം ബണ്ണിൽ തുടങ്ങണം ചെറുതായിട്ട്, എന്നിട്ട് ചെറുതായിട്ട് കൂട്ടി കൊടുക്കണം. കളറ് ചേഞ്ചായിട്ട് വരുന്നുണ്ട്. ഇങ്ങനെ പോരാ, കുറച്ച് നേരം കൊണ്ട് നമ്മളിങ്ങനെ ബീറ്റ് ചെയ്യണം. നല്ല ഫ്ലഫി ആയിട്ട് വരണം. അത് വരെ നമ്മൾ നല്ലതായിട്ട് ബീറ്റ് ചെയ്ത് കൊടുത്തിരിക്കണം. ഇതിൻ്റെ സ്പീഡ് കൂട്ടി കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് ഫ്ലഫി ആയിട്ട് വരാൻ നമ്മൾ സ്പീഡ് കൂട്ടി കൊടുക്കണം. ഇങ്ങനെ കുറേ നേരം കൂടെ നമുക്ക് അടിക്കാം. അപ്പം ഇത് ഇത്രയും ആയിട്ടുണ്ട്, ക്രീമി ആയിട്ടുണ്ട്. ഇനി കുറച്ചുകൂടെ ഇത് നമുക്ക് അടിക്കണം. അതിനു മുമ്പ് നമ്മുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻസ് ആയ നമ്മുടെ ബൂസ്റ്റ് ഒരു 1/4 ടീസ്പൂൺ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് ഇത് ബീറ്റ് ചെയ്തെടുക്കാം. നമ്മുടെ ഇതെല്ലാം നന്നായിട്ട് മിക്സായി നല്ല ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട്. ഇതുണ്ട്, ഇതേമാതിരി നല്ല ക്രീമി ആയിട്ടിരിക്കണം. നല്ല ഫ്ലഫി ആയിട്ട് നമ്മുടെ ക്രീം റെഡി ആയിട്ടുണ്ട്. ഞാൻ ഈ കപ്പിലാണ് 1 കപ്പ് പാലെടുത്തിട്ട് തിളപ്പിക്കുന്നത്. അപ്പോൾ ഇത് നിറച്ച് 1 കപ്പ് പാല്, വെള്ളം ചേർക്കാത്ത പാല് വേണം എടുക്കാനായിട്ട്. അപ്പം നമുക്ക് പാല് തിളപ്പിച്ചുകൊണ്ട് വരാം. അപ്പം പാല് നന്നായിട്ട് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഒട്ടും വെള്ളം ചേർക്കാത്ത പാലാണിത്. അപ്പം നമ്മുടെ കാപ്പുച്ചീനോയിലേക്കുള്ള 2ാമത്തെ സീക്രട്ട് ഇൻഗ്രീഡിയൻസ് ഞാൻ ചേർക്കാൻ പോകണം. അതായത് നമ്മുടെ വേറൊന്നുമല്ല, നമ്മുടെ മിൽക്ക് മെയ്ഡാണ്. അതിൽ ഒരു ചെറിയ ടേബിൾ സ്പൂണ്, വളരെ ചെറിയൊരു ടേബിൾ സ്പൂണ് ഇതിലേക്ക് ഞാൻ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുവാണ്. ഇപ്പം ഞാൻ ഈ പാല് തിളപ്പിച്ച പാല് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. 2-3 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് അടിച്ചെടുത്താണ്, ഒന്ന് പതഞ്ഞു വരാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ ഈ കപ്പിലേക്ക് നമ്മൾ കുറച്ച് ഈ ക്രീം ഇടാം. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് പാലൊഴിച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ബാക്കി ക്രീം ഇതിലേക്ക് ചേർക്കാം. അപ്പം നമ്മുടെ സുന്ദരമായ കാപ്പുച്ചീനോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊരു സ്പെഷ്യൽ കാപ്പുച്ചീനോ ആണ്. ഇതെല്ലാവരും തയ്യാറാക്കി നോക്കണം. എല്ലാവരും നോക്കിയിട്ട് അതിൻ്റെ റിസൾട്ട് തന്നെ അറിയിക്കണം. കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം.